ലവ്ലി നമ്മുടെ മാത്യൂസ് നായകനാകുന്ന ഒരു ഈച്ച പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന പ്രധാന കഥാപാത്രം മീൻസ് എൻ്റെ നായികയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഓ ഉഫ് എനിക്ക് ഉണ്ണിമായ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നത് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഓ ആഷിക്കപ്പ് ആണല്ലോ. ഓക്കെ. ഓ ആ ഷോട്ട് എക്സ്പീരിയൻസ് എത്ര ലവ്ലി. പക്ഷേ ഒരു കാര്യം എടുത്തിപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ഒരു ടെക്നിക്കൽ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് സമയമൊക്കെ ചില സിനിമകൾ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഷൂട്ടൊക്കെ ചെയ്ത് പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് വരാനൊക്കെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. പക്ഷെ വരുന്നത് വിത്തിൻ ദ ബഡ്ജറ്റ്. എപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ തമിഴ് തെലുങ്ക് സിനിമകളിൽ എടുക്കുന്ന പോലെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അവരത്രയും വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാന്ന് പറയുന്നത്, ഇതിൻ്റെ VFX ഒരു വലിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഏതൊരു അവസ്ഥയിലാണെന്നറിയില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തിടം തൊട്ട് രാജമൗലിയുടെ ഈഗ അല്ലെങ്കിൽ ഈച്ച എന്ന് പറയുന്ന സിനിമയായിട്ടൊരു കമ്പാരിസൺ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചില പോസ്റ്ററും ചില പോസൊക്കെ ആ ഒരു സിനിമയുടെ പോസ്റ്ററുമായിട്ട് എനിക്ക് സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കഥ ആണെന്നൊക്കെ ആദ്യം അതിൻ്റെ റീമേക്ക് പോലൊക്കെ ആണെന്നാണ് കുറച്ച് പേര് പറഞ്ഞിരുന്നത്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു പുനർജനിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻ പോലെ അവിടെ കിടപ്പുണ്ട്. എന്നാൽ പോലും ഇത് ടോട്ടലി ഒരു ഫൺ മൂവി ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഡെഫിനറ്റ്ലി. എസ്പെഷ്യലി പറയേണ്ട വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് VFX. അത് VFX ചെയ്തേക്കുന്ന ആരാന്ന് IMDb കൊടുത്തേക്കുന്നത് ടെനൻറ്റിലൊക്കെ വർക്ക് ചെയ്ത ആളെന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് അറിയില്ല അത്ര ശരിയാണെന്ന്. പക്ഷേ ഇതിൻ്റെ DOP ആഷിഖ് അബു ആണ്. റൈഫിൾ ക്ലബിന് ശേഷം അദ്ദേഹം ഇതിൻ്റെ ഒരു അദ്ദേഹം ഒരു ഡയറക്ടർ എന്നൊരു രീതിയിൽ ഡെഫിനറ്റ്ലി പ്രൂവ് ചെയ്തതാണ്. റൈഫിൾ ക്ലബിൻ്റെ ഒരു DOP വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിൽ എസ്പെഷ്യലി ഒരു VFX ഉള്ളൊരു സിനിമയുടെ ഒരു DOP ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നോർമൽ ഒരു പടം പോലല്ല. അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തിയേറ്ററിൽ നമ്മളങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ദിലീഷ് കരുണാകരൻ. അദ്ദേഹം ഡമാർ പടാർ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. ആ സിനിമ അത്രയൊക്കെ കൊണ്ട് വലിയ ഹിറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു സിനിമയായിട്ട് ഡയറക്ടറായിട്ട് വരുന്നത്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടും സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ ഒരു വർക്കായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ വിഷ്ണുവാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പ്രേമലൊക്കെ ചെയ്തത്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളാം. പക്ഷേ ടോട്ടലി ഇതെന്താണ് ഒരു സംഭവം എന്നുള്ള ഏറെക്കുറെയുള്ള പരിപാടി ഇതിനകത്ത് മനസ്സിലാക്കി തന്നിട്ടില്ല അവർ. ഒരു വേഗ ഐഡിയ കൊടുത്തിട്ടാണ് പോകുന്നത്. ബട്ട് ആ ഈച്ച എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിൻ്റെയാണ് എല്ലാ ഷോട്ടിലും ഒരു ഈച്ചയുടെ ഒരു എസെൻസ് അവരിട്ട് മീൻസ് ഈച്ചയെ കാണിക്കുന്നുണ്ട്. അത് 3D പടമാണ്. എനിക്കൊന്ന് ബറോസിന് ശേഷം വരുന്ന 3D പടമാണ്. 3Dയിൽ ഷൂട്ട് ചെയ്താണോ എന്നറിയില്ല. പക്ഷേ 3Dയിലെല്ലാം തോന്നുന്നു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് കൺവേർട്ട് ചെയ്താണെന്നാണ് തോന്നുന്നത്. പക്ഷേ കിടിലനൊരു എസ്പെഷ്യലി ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഇതിൻ്റെ ഒരു ബജറ്റും മലയാളത്തിൽ ഇതുപോലത്തെ സബ്ജക്റ്റുകൾ മലയാളത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്. എസ്പെഷ്യലി VFX റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം. ഇത്തരം പടങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് അറ്റൻഷൻ കിട്ടണം. എനിക്ക് തോന്നുന്നു ഒരു മറ്റ് ഭാഷയിൽ വരുന്നൊരു പടമായിരുന്നു. അതിൻ്റെ പ്രൊമോഷൻസ് ഇപ്പോഴേ തുടങ്ങിയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഒരു സെറ്റപ്പിലാണ്. മലയാള പടത്തിൻ്റെ അതൊരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കേണ്ട ഒരു പടമാണ്.
ഡെഫിനറ്റ്ലി ഒരു കിഡിലൻ എൻ്റർടൈനർ തന്നെ ആയിരിക്കട്ടെ. അതുപോലെ മാത്യൂസാണ് ഇതിനകത്ത് നായകൻ. എനിക്ക് തോന്നുന്നു ഈച്ചയ്ക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശ്യാം പുഷ്കർ പുള്ളിക്കാരൻ്റെ വൈഫ് ആണെന്ന് തോന്നുന്നു. ഈ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ തോന്നി. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.